IPL 2025 ഏറ്റവും നിർണായകമായ മത്സരമായിരുന്നു ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്നത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ തോറ്റിരുന്നുവെങ്കിൽ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് കാണാതെ പുറത്താവുന്ന സീസണിലെ ആദ്യത്തെ ടീമായി മാറുമായിരുന്നു. വിസ്മയകരമായ ഇന്നിംഗ്സിലൂടെ 14-കാരൻ വൈഭവ് സൂര്യവംശി കത്തിക്കയറിയതോടെ 8 വിക്കറ്റിന്റെ ഗംഭീര വിജയമാണ് റോയൽസിനെ തേടിയെത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്ത് 20 ഓവറിൽ 4-ന് 209 എന്ന മികച്ച സ്കോർ നേടിയിട്ടും തോൽക്കാനായിരുന്നു ഗുജറാത്തിന്റെ വിധി. 15.5 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 212 റൺസ് നേടി റോയൽസ് വിജയിച്ചു. വൈഭവ് 38 പന്തിൽ 101 റൺസ് നേടിയപ്പോൾ ഓപ്പണിംഗ് പങ്കാളി യശസ്വി ജയ്സാൾ 40 പന്തിൽ 70 റൺസ് നേടി പുറത്താവാതെ നിന്നു. ആദ്യ വിക്കറ്റ് വീഴുന്നത് 11.5 ഓവറിൽ 166 റൺസിലെത്തി നിൽക്കുകയാണ്. തുടർന്നെത്തിയ നിതീഷ് റാണ 4 റൺസോടെ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങിയെങ്കിലും റിയാൻ പരാഗ് 15 പന്തിൽ 32 റൺസ് എടുത്ത് റൺവേട്ട പൂർത്തിയാക്കി. 25 പന്തുകൾ ബാക്കി നിൽക്കെ 8 വിക്കറ്റ് വിജയം നേടി റോയൽസ് റൺ ചേസ് പൂർത്തിയാക്കി റെക്കോർഡ് പുസ്തകത്തിൽ ഇടം പിടിക്കുക കൂടിയായിരുന്നു. T20 ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ 200+ റൺ ചേസ് എന്ന കേരളത്തിന്റെ ലോക റെക്കോർഡിനൊപ്പമാണ് റോയൽസ് എത്തിയത്. 2021 വാങ്കഡെ സ്റ്റേഡിയത്തിൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മുംബൈ ഉയർത്തിയ വിജയലക്ഷ്യം 15.5 ഓവറിൽ കേരളം മറികടന്നിരുന്നു. 2 വിക്കറ്റിന് 201 ആയിരുന്നു സ്കോർ. മത്സരത്തിൽ കേരളത്തെ നയിച്ചത് റോയൽസിന്റെ നിലവിലെ സ്ഥിരം നായകൻ സഞ്ജു സാംസൺ ആയിരുന്നു. വിജയത്തോടെ റോയൽസ് IPL 2025 പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാനുള്ള നേരിയ പ്രതീക്ഷ നിലനിർത്തിയിട്ടുമുണ്ട്. 210 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നപ്പോൾ പകുതിയും വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിൽ നിന്നാണ് പിറന്നത്. 14 വയസ്സുകാരന്റെ കന്നി IPL സെഞ്ചുറിയാണിത്. IPLന്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണ് വൈഭവിൻ്റേത്. IPL ചരിത്രത്തിൽ 16 ഓവറിൽ താഴെ സമയത്തിനുള്ളിൽ 200+ സ്കോർ പിന്തുടർന്ന് വിജയിക്കുന്ന ആദ്യ ടീമാണ് റോയൽസ്. കഴിഞ്ഞ വർഷം അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടൈറ്റൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സ്ഥാപിച്ച റെക്കോർഡും തകർന്നു. IPL ചരിത്രത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ റൺ റേറ്റായ 13.38 ഈ മത്സരത്തിൽ കുറിക്കപ്പെട്ടു. കഴിഞ്ഞ വർഷം ഈഡൻ ഗാർഡൻസിൽ 262 റൺസിന്റെ ലോക റെക്കോർഡ് ചേസ് വിജയത്തിൽ പഞ്ചാബ് കിങ്സ് നേടിയ റൺ റേറ്റായ 14.03 പിന്നിലെത്താനും റോയൽസിന് കഴിഞ്ഞു. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്തിനെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ജോസ് ബട്ട്ലറും ചേർന്നാണ് മികച്ച സ്കോറിലെത്തിച്ചത്. ഗില്ല് 50 പന്തിൽ 84 റൺസ് നേടി. ബട്ട്ലർ 26 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച് പുറത്താവാതെ നിന്നു. സായ് സുദർശൻ 30 പന്തിൽ 39 റൺസ് എടുത്തു. എന്നാൽ വൈഭവും ജയ്സ്വാളും ചേർന്ന 166 റൺസിന്റെ വെടിക്കെട്ട് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ ഗുജറാത്ത് താരങ്ങളുടെ കിടിലൻ ഇന്നിംഗ്സുകളുടെ ശോഭ കെട്ടു. പോയിന്റ് നിലയിൽ മുന്നിലായിരുന്ന ഗുജറാത്ത് ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ കഴിഞ്ഞ മത്സരത്തിലും കളിച്ചിരുന്നില്ല. പരിക്ക് കാരണം തുടർച്ചയായ 3-ാം മത്സരത്തിലാണ് സഞ്ജു പുറത്തിരിക്കുന്നത്. സഞ്ജുവിന് പകരം റിയാൻ പരാഗ് തന്നെയായിരുന്നു ക്യാപ്റ്റൻ. സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ടോസ് നേടിയ റോയൽസ് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. രാത്രി വൈകി കഴിഞ്ഞ ദിവസം മഞ്ഞുണ്ടായതിനാൽ ആദ്യം ബൗൾ ചെയ്യുന്നതായിരിക്കും ഗുണകരമെന്ന് റിയാൻ പരാഗ് അഭിപ്രായപ്പെട്ടിരുന്നു. LSGക്കെതിരെ കളിച്ചതിന് സമാനമായ വിക്കറ്റാണെന്നും ടീം അംഗങ്ങളെ അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു. ഒരു തോൽവി കൂടി സംഭവിച്ചാൽ പ്ലേ ഓഫ് കാണാതെ റോയൽസ് പുറത്താകും എന്ന അവസ്ഥയായിരുന്നതിനാൽ പിന്നീടുള്ള 4 മത്സരങ്ങളുടെ ഫലം റോയൽസിന് പ്രസക്തമല്ല എന്ന ചിന്തയിലായിരുന്നു ആരാധകരും. സഞ്ജു റോയൽസിന്റെ എല്ലാ പരിശീലന സെഷനുകളിലും പങ്കെടുക്കുന്നുണ്ടെങ്കിലും വേദനയിൽ നിന്ന് പൂർണ്ണ മുക്തി നേടിയിട്ടില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലും പരിശീലനത്തിനിറങ്ങിയിരുന്നു. IPLനും ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കും ശേഷം നടക്കുന്ന ബംഗ്ലാദേശിനെതിരായ ഏകദിന T20 പരമ്പരയിലൂടെയായിരിക്കും സഞ്ജു തിരിച്ചെത്തുക എന്നാണ് സൂചന വന്നിരുന്നത്. എന്നാൽ റോയൽസിന്റെ പ്ലേ ഓഫ് സാധ്യത കുറച്ചുകൂടി തെളിഞ്ഞതിനാൽ വരും മത്സരങ്ങളിൽ സഞ്ജു എത്താനുള്ള സാധ്യതയും നിലവിലുണ്ട്. എന്നിരുന്നാലും അടുത്ത വർഷം T20 ലോകകപ്പ് നടക്കാനുള്ളതിനാൽ മത്സരാധിക്യം കുറച്ച് പരിക്ക് കൂടുതൽ ഗുരുതരമാകാതെ നോക്കാനാവും ശ്രമം. ദേശീയ കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന താരമായതിനാൽ സഞ്ജുവിന്റെ ഫിറ്റ്നസ് BCCIയുടെ നിരീക്ഷണത്തിലായിരിക്കും. ബംഗ്ലാദേശിനെതിരായ ഏകദിന പരമ്പര ഓഗസ്റ്റ് 17 മുതലാണ്. ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് ശേഷം സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിക്കുമെന്നതിനാൽ നിലവിൽ ഏകദിന ടീമിന്റെ ഭാഗമല്ലാത്ത സഞ്ജുവും പരിഗണിക്കപ്പെട്ടേക്കും.